ഇന്ത്യ ഗവൺമെന്റ് ഒരു കോള ഉണ്ടാക്കി വിറ്റ കഥയുണ്ട്. ഇതാണ് ആ കോള, 777 കോള. പൂർണ്ണമായും ഇന്ത്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഉണ്ടായിരുന്ന കോള ഇന്ന് അയഥാർത്ഥ്യമെന്ന് തോന്നുമെങ്കിലും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അങ്ങനെയും ഒന്ന് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. 16 വർഷം കൊക്കക്കോളയെ ഇന്ത്യയിൽ നിരോധിച്ച് നാടുകടത്തിയ മൊറാർജി ദേശായി സർക്കാർ അതിനു പകരം ഇന്ത്യക്കാർക്കായി സൃഷ്ടിച്ച കോളയായിരുന്നു 777. ഈ കഥയും ആരംഭിക്കുന്നത് കൊക്കക്കോളയിലാണ്. ഒന്നാം ഇന്ത്യ പാക് യുദ്ധകാലത്തെ അനിശ്ചിതാവസ്ഥയിൽ ഇന്ത്യയിലെത്തിയ കൊക്കക്കോള 1950 തങ്ങളുടെ ആദ്യത്തെ കോള ബോട്ടിൽ ഇന്ത്യയിൽ വിറ്റു. മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്ക് പുറമെ ഗ്രാമാന്തരങ്ങളിൽ പോലും കൊക്കക്കോള പെട്ടെന്നെത്തി. ഇന്ത്യയിൽ പോസ്റ്റ് ഓഫീസ് ഇല്ലാത്ത ചെറു ഗ്രാമങ്ങളിലും അക്കാലത്ത് കൊക്കക്കോള ലഭ്യമായിരുന്നു. ലോകത്ത് മറ്റെവിടെയും പോലെ ചെറുപ്പക്കാരാണ് ആ ബ്രാൻഡിനെ ആഘോഷമാക്കിയത്. പൂർണ്ണമായും അമേരിക്കൻ കമ്പനിയായി തന്നെയായിരുന്നു ഇന്ത്യയിൽ കൊക്കക്കോളയുടെ പ്രവർത്തനം. ഏതാണ്ട് 24 വർഷം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ ഇന്ത്യയിൽ നിന്നുള്ള ലാഭം മുഴുവൻ കൊക്കക്കോള അമേരിക്കയിലേക്ക് കടത്തി. 1974 ഇന്ദിരാഗാന്ധി അതിന് തടയിടും വരെ. ആ വർഷമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്ന ഫെറാ നിയമം കൊണ്ടുവന്നത്. ഇത് പ്രകാരം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികളുടെ 60% ഉടമസ്ഥത ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്കായിരിക്കണമെന്ന് കർശന വ്യവസ്ഥ വെച്ചു. രണ്ടാമതായി, ഇന്ത്യയിൽ നിന്നും ഈ കമ്പനികൾ ഉണ്ടാക്കുന്ന ലാഭം ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് ഇന്ത്യൻ കറൻസിയിൽ സൂക്ഷിക്കുകയും വേണം. ഇത് കൊക്കക്കോളയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലേറെയായിരുന്നു. ലോകത്ത് ഒരിടത്തും അതിനു മുമ്പ് അവർക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല. ഇന്ദിരാഗാന്ധി സർക്കാരിനെ സ്വാധീനിക്കാൻ സഞ്ജയ് ഗാന്ധി വഴി അവർ ആവത് ശ്രമിച്ചെങ്കിലും ഇളവുകൾക്ക് ഇന്ദിര തയ്യാറായില്ല. എന്നാൽ ഫെറാ നിയമം കർശനമായി നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനിടെ 1975 ജൂൺ 25 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. കൊക്കക്കോള തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. അടിയന്തരാവസ്ഥയ്ക്കിടെ ഫെറാ നിയമം മറികടക്കാൻ കൊക്കക്കോള തങ്ങളുടെ കമ്പനി സംവിധാനത്തിൽ പൊളിച്ചുപണി നടത്തി. അതുപ്രകാരം കൊക്കക്കോള ഇന്ത്യ എന്ന പേരിൽ കോള നിർമ്മിക്കാൻ ഒരു കമ്പനിയും കോളയുടെ രഹസ്യ സിറപ്പ് കൈകാര്യം ചെയ്യുന്നതിന് കൊക്കക്കോള ഇൻകോർപ്പറേറ്റഡ് എന്ന ടെക്നോളജി കമ്പനിയുമായി 2 കമ്പനികളായി അവർ രൂപം മാറി. കോള നിർമ്മിക്കുന്ന കമ്പനിയിൽ അവർ 60% ഉടമസ്ഥത ഇന്ത്യക്കാർക്ക് തന്നെ നൽകി. ബാക്കി 40% മാത്രം കൈവശം വെച്ചു. എന്നാൽ സിറപ്പ് നിർമ്മിക്കുന്ന കമ്പനിയുടെ 60% പോയിട്ട് 1% പോലും ഇന്ത്യക്കാർക്ക് നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. അതൊരു രഹസ്യ ഫോർമുലയാണെന്നും ഇന്ത്യക്കാർക്ക് അതിൽ കാര്യമില്ലെന്നുമായിരുന്നു കൊക്കക്കോളയുടെ വാദം. അടിയന്തരാവസ്ഥയ്ക്കിടെ മനുഷ്യരെ ദ്രോഹിക്കാൻ 1000 ജോലികൾ വേറെ ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയും കൂട്ടരും കൊക്കക്കോളയുടെ ഈ വരവ് പോക്കുകൾ അത്ര ശ്രദ്ധിച്ചില്ല. ഇന്ത്യയുടെ കറുത്ത കാലത്തിന് വിരാമം കുറിച്ച് 1977 മാർച്ച് 20 പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. അടിയന്തരാവസ്ഥ പഴങ്കഥയായി. 41.32% വോട്ട് നേടി 141 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ ജനതാ പാർട്ടി അധികാരത്തിലെത്തി. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. ഒന്നാം ഇന്ദിരായുഗത്തിന്റെ അന്ത്യം. പിന്നെ കഥയിലെ നായകൻ മൊറാർജി ദേശായിയുടെ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു. അന്ന് ശോഭിക്കുന്ന യുവത്വത്തിന്റെ പ്രതിനിധിയായി അറിയപ്പെട്ടിരുന്ന ജോർജ് ഫെർണാണ്ടസ് തന്റെ ഓഫീസിലെത്തി 4-ാം ദിവസം കൊക്കക്കോളയുടെ ഫയൽ എടുത്തു. അദ്ദേഹം ഒരു കത്ത് തയ്യാറാക്കി. അതിന്റെ 1-ാം ഭാഗം കൊക്കക്കോള ഫെറാ നിയമം പാലിക്കാത്തതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. രണ്ടാമതായി ജോർജ് ഫെർണാണ്ടസ് ആവശ്യപ്പെട്ടത് ഇനി ഇന്ത്യയിൽ കൊക്കക്കോള വിൽക്കണമെങ്കിൽ അതിന്റെ രഹസ്യ സിറപ്പിന്റെ ചേരുവകൾ എന്തെല്ലാമാണെന്ന് അവർ പരസ്യം ചെയ്യണമെന്നായിരുന്നു. കമ്പനികാര്യ മന്ത്രാലയത്തിൽ നിന്നും ആരോഗ്യ മന്ത്രാലയങ്ങളിൽ നിന്നും തുടർച്ചയായി കൊക്കക്കോളയ്ക്ക് നോട്ടീസ് പോയി. എന്നാൽ അവർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. കൊക്കക്കോളയുടെ ടെക്നോളജി വിഭാഗത്തിൽ ഇന്ത്യൻ നിക്ഷേപം അനുവദിക്കില്ലെന്നും തങ്ങളുടെ സിറപ്പിന്റെ രഹസ്യം ഒരിക്കലും പരസ്യമാക്കില്ലെന്നും അവർ കട്ടായം പറഞ്ഞു. ഒന്നിനും അധികം വൈകുന്ന ആളായിരുന്നില്ല ജോർജ് ഫെർണാണ്ടസ്. അദ്ദേഹം കൊക്കക്കോളയ്ക്ക് അന്ത്യശാസനം നൽകി. 3 മാസത്തെ സമയം അനുവദിച്ചു. കൊക്കക്കോള വിസമ്മതം വീണ്ടും വ്യക്തമാക്കിയതോടെ 1977 സെപ്റ്റംബറിൽ കൊക്കക്കോള ഇന്ത്യയിൽ നിരോധിച്ച് വ്യവസായ മന്ത്രാലയം ഉത്തരവിറക്കി. പിന്നെ 1993 വരെ നീണ്ട 16 വർഷം ഇന്ത്യയിൽ ആരും കൊക്കക്കോള കണ്ടില്ല, അതിനെക്കുറിച്ച് കേട്ടില്ല. നമുക്ക് 1977 തന്നെ നിൽക്കാം. കൊക്കക്കോള കളമൊഴിഞ്ഞതോടെ ഇന്ത്യൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് വിപണിയിൽ വലിയ വിടവുണ്ടായി. അതിനിടെ തന്നെ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ഉറപ്പിച്ചിരുന്ന കൊക്കക്കോളയുടെ സ്ഥാനം ഏറ്റെടുക്കാൻ ഒരുപിടി കോള കമ്പനികൾ രംഗത്ത് വന്നു. ചാമ്പക് കോള, തംസ് അപ്പ്, ഡ്യൂക്സ്, മക്ഡവൽസ് ക്രഷ്, ഡബിൾ കോള തുടങ്ങിയ ബ്രാൻഡുകൾ ആ കാലത്തിനിടയ്ക്ക് 400% വരെ വളർച്ച നേടി. ഇതിനിടെ ജോർജ് ഫെർണാണ്ടസ് അന്തർദേശീയ മാധ്യമങ്ങളിൽ ഹോട്ട് ടോപ്പിക് ആയിരുന്നു. ചൈനയ്ക്കും നോർത്ത് കൊറിയയ്ക്കും പിന്നാലെ കൊക്കക്കോളയ്ക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ ധിക്കാരിയായ രാഷ്ട്രീയക്കാരൻ എന്ന ഇമേജ് ആയിരുന്നു അദ്ദേഹത്തിന്. തന്റെ ഈ പ്രതിച്ഛായയ്ക്ക് മാറ്റമുണ്ടാക്കാൻ ഒരു ബദൽ സാധ്യത വേണമെന്ന് ജോർജ് ഫെർണാണ്ടസ് മനസ്സിൽ കണ്ടു. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് പൂർണ്ണമായും ഇന്ത്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെയായിരുന്നു. മൈസൂരുവിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് കൊക്കക്കോളയുടേതിന് സമാനമായ ഒരു ഫോർമുലേഷൻ തയ്യാറാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അവരതുണ്ടാക്കി. കോളയ്ക്ക് ഒരു പേര് കണ്ടെത്താൻ മോഡേൺ ഇൻഡസ്ട്രീസ് ദേശീയ തലത്തിൽ ഒരു മത്സരം നടത്തി. അങ്ങനെ ആ പേര് രൂപപ്പെട്ടു, 777 കോള. കഫീനും സ്വീറ്റ്നറും സോഡയും ചേർന്ന പാനീയം കൊക്കക്കോളയുടെ ഏതാണ്ട് സമാനമായ രുചി നൽകി. ഹായ്, കഥ തുടരുന്ന മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. എന്റെ പേര് ബിനീഷ് അരവിന്ദൻ. 2 ദിവസത്തിലൊരിക്കൽ മലയാളത്തിലെ ഗുണമേന്മയുള്ള ക്യാപ്സ്യൂൾ ഡോക്യുമെന്ററികൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയെന്ന ആശയത്തോടെയാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ചത്. നിലവിൽ വീഡിയോ കാണുന്നവരിൽ 1% പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങളുടെ സ്ക്രീനിന്റെ വലതുഭാഗത്തെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചെറിയ ഉദ്യമത്തിന് പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ ഡൂയിങ് ദാറ്റ്. കഥയിലേക്ക് തിരികെ. ചെന്നൈയിൽ താരാമണി പാർക്കിലെ ഫാക്ടറിയിൽ നിന്നും 777 പുറത്തിറങ്ങി. ദേശീയതയായിരുന്നു 777ന്റെ പ്രചരണായുധം. സാമ്രാജ്യത്വ ഭീമനായ കൊക്കക്കോളയെ തുരത്താനുണ്ടാക്കിയ പാനീയം എന്ന വിശേഷണം 777 ഗുണം ചെയ്തു. ആദ്യ വർഷം തന്നെ വിപണിയുടെ ആവശ്യത്തിനനുസരിച്ച് നിർമ്മിക്കാനാവാത്ത അവസ്ഥ വന്നു. പിന്നീടുള്ള 3 വർഷങ്ങളിൽ 777 കോളയുടെ പ്രചാരം കുത്തനെ കൂടി. ഡൽഹിയിൽ മാത്രം പ്രതിവർഷം 10 ലക്ഷത്തിലേറെ ബോട്ടിലുകൾ ആവശ്യമായിരുന്നു. ഗുജറാത്തിലും യുപിയിലും അടക്കം പുതിയ ബോട്ടിലിംഗ് പ്ലാന്റുകൾ മോഡേൺ ഫുഡ്സ് ഡിസൈൻ ചെയ്തു. 777 കോളയുടെ നല്ല കാലം അവസാനിച്ചത് 1980 ഇന്ദിരാഗാന്ധി രണ്ടാമതും അധികാരത്തിലെത്തിയതോടെയായിരുന്നു. തന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കൈപ്പോർമ്മ
ഓർമ്മിപ്പിക്കുന്ന ഡബിൾ 7 കോളയോട് ഇന്ദിരാഗാന്ധിക്ക് പ്രതിപത്തിയില്ലായിരുന്നു. പതുക്കെ ഉൽപ്പാദനം കുറഞ്ഞു. സെയിൽസ് പോയിന്റുകളിൽ നിന്നും ഡബിൾ 7 കോള പ്രത്യക്ഷമാകാൻ തുടങ്ങി. 1977 തന്നെ പ്രവർത്തനം തുടങ്ങിയ തംസപ്പ് ആയിരുന്നു ഡബിൾ 7 കോളയുടെ പ്രധാന എതിരാളി. തംസപ്പിന്റെ മൂലധന കൊഴുപ്പിനോടും പ്രചാരണ രീതികളോടും മല്ലിടാനാകാതെ ഇന്ത്യൻ സർക്കാരിന്റെ സ്വന്തം കോള ഡബിൾ 7 പതിയെ അസ്തമിച്ചു. 1993 കൊക്കക്കോള തിരിച്ചെത്തി. 1999 ഡിസംബറിൽ ഹിന്ദുസ്ഥാൻ ലിവറിന് മോഡേൺ ഫുഡ്സ് ഡബിൾ 7 ബ്രാൻഡ് വിറ്റു. ജോർജ് ഫെർണാണ്ടസിന്റെ ബദൽ പ്രഖ്യാപനമായിരുന്നു ഡബിൾ 7. രാഷ്ട്രീയ പോരിൽ അന്തിശ്വാസം വലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകമെങ്ങും വാഴ്ത്തപ്പെടുന്ന മറ്റൊരു അമൂൽ മാതൃകയായിരുന്നേനെ ഡബിൾ 7 കോള.